അനിയെ നഷ്ടപ്പെടുന്ന വേദനയിൽ പൊട്ടിക്കരഞ്ഞ് നന്ദു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പത്തരമാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അനിയുടെ വിവാഹ നിശ്ചയം നടക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ അനി തന്നിൽ നിന്നും പോകുമെന്ന് നന്ദുവിന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദുവാണെങ്കിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് നമ്മുടെ അച്ഛൻ്റെ കടന്നുവരവ്. അച്ഛനാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ, ആവശ്യമില്ലാത്ത ചിന്തയോ കാര്യങ്ങളോ ഒന്നും മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല. ആവശ്യമില്ലാത്ത ചിന്തയും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവുകയേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാം. നീയും അനിയും എന്തായാലും ഒന്നിക്കാനായിട്ട് പോകുന്നൊന്നുമില്ല. കാരണം അവരുടെ വീട്ടുകാർക്ക് നിന്നെ വലിയ താല്പര്യമോ നിന്നെ ഇഷ്ടമോ അല്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം തന്നെ കണ്ടില്ലേ? ഒരാൾക്ക് സന്തോഷമുള്ള ജീവിതമായപ്പോൾ ഒരാൾക്ക് ദുഃഖപൂർണമായ ജീവിതമാണല്ലോ ലഭിക്കുന്നത്. അത് നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എനിക്കൊരു വിഷമോ എനിക്കൊരു പരാതിയോ എനിക്ക് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ മുഖം കണ്ടാൽ അച്ഛൻ അറിയില്ലേ മോളെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കനക അവിടേക്ക് വരുന്നുണ്ട്. കനകയും ഗോവിന്ദനും അങ്ങനെ പോയി കഴിയുമ്പോൾ അനിയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. അനിയല്ല, നന്ദുവാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, പൊട്ടിക്കരയുന്ന നന്ദുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.